മലപ്പുറം നഗരസഭയിലേക്കാണ്. അവിടെ വ്യാജ വോട്ട് ചേർത്തെന്ന പരാതിയിൽ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. വ്യാജരേഖ നിർമ്മിച്ചതിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ജംഷീർ കൊടിങ്ങി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, വ്യാജ വോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ടിപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്കെതിരെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. അതായത് വ്യാജരേഖ നിർമ്മിച്ചു എന്നതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ജംഷീർ? ജിൽസി SLC ബുക്കിൽ കൃത്രിമം കാണിച്ച് വയസ്സ് കൂടുതലാക്കി കാണിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്നുള്ളതായിരുന്നു പരാതി ഉയർന്നിരുന്നത്. ഇത്തരത്തിൽ വ്യാജമായി വോട്ട് ചേർത്തു എന്നുള്ള ആരോപണമായിരുന്നു ഉയർന്നിരുന്നത്. ഈ പരാതിയിലാണ് ഇപ്പോൾ മലപ്പുറം മുനിസിപ്പൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഇത്തിൽപ്പറമ്പ് സ്വദേശികളായ 5 പേർക്കെതിരെയാണ്. അതായത് ഈ കൃത്രിമം കാണിച്ചു ഹിയറിംഗിനായി നഗരസഭയിൽ സമർപ്പിച്ച രേഖകളിൽ കൃത്രിമം കാണിച്ചാണ് ഇവർക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. BNS ആക്ട് 336 വ്യാജരേഖ നിർമ്മിക്കൽ, 304 വ്യാജരേഖ ഉപയോഗിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളതാണ്. നഗരസഭയിലെ അതായത് LDFന്റെ നേതൃത്വത്തിലുള്ള വാർഡുകളിൽ, അതായത് നഗരസഭാ പരിധിയിലെ കൈനക്കോട്, കള്ളാടിമുക്ക്, മുതുവത്ത് പറമ്പി എന്നീ വാർഡുകളിലാണ് ഉദ്യോഗസ്ഥരെ കൂട്ടിപ്പിടിച്ച് ഇത്തരത്തിൽ CPM DYFI പ്രവർത്തകർ വ്യാപകമായി വോട്ട് ചേർത്തു എന്നുള്ള പരാതിയായിരുന്നു UDF നേതൃത്വം ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് UDF നേതൃത്വം ഇലക്ഷൻ കമ്മീഷനും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ മുനിസിപ്പൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രേഖ സമർപ്പിച്ച 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെയോ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവുമുണ്ട്. അതായത് സ്വാഭാവികമായും ഈ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇത്തരത്തിൽ രേഖ സമർപ്പിച്ചിട്ടുണ്ടാവുക. അതായത് 2007 ജനിച്ച ആളുകളെ 2006 എന്ന് തിരുത്തി പട്ടികയിൽ ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് പ്രദേശത്തെ നേതാക്കന്മാരായിരിക്കുമല്ലോ. സ്വാഭാവികമായും ആ നേതാക്കന്മാർക്കെതിരെയോ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയോ അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല. അതിന് രേഖ നൽകിയിരിക്കുന്ന 5 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഏതായാലും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. UDF നേതൃത്വമായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണവുമായി നേരത്തെ തന്നെ മുന്നോട്ട് വന്നിരുന്നു എന്നാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഷിബു അഹമ്മദിനെ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു.